നമസ്കാരം. വേറിട്ടൊരു കാഴ്ചയാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. തനിക്ക് കിട്ടിയ പ്രോത്സാഹനം മുഴുവനും പുതിയ നിർമ്മിതികൾ സൃഷ്ടിക്കാനുള്ള ഊർജമാക്കി മാറ്റി അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ രജിൽ. ഗണിതശാസ്ത്രവും ഭൗതികശാസ്ത്രവും സമന്വയിപ്പിച്ച് നിരവധി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തീർത്തിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ രജിൽ. കയറിലൂടെ ടയർ ചവിട്ടിപ്പോകുന്ന പാവയും, മുകളിൽ നിന്നും തട്ടിത്തടഞ്ഞ് താഴേക്ക് പതിക്കുന്ന പാവയും, ആടിക്കളിച്ച് ഉരുണ്ടു നീങ്ങുന്ന പാവയും, ഒറ്റക്കോലിൽ കൊക്കുകുത്തി നിൽക്കുന്ന പരുന്തും, കയറ്റം കയറുന്ന ഉരുളും, എങ്ങും തട്ടാതെ കറങ്ങിത്തിരിയുന്ന നീളൻ കോലും എല്ലാം രജിലിന്റെ കലാവിരുന്നിലൊരുങ്ങിയ കൗതുക വസ്തുക്കളാണ്. നീളവും വീതിയും ഭാരവും എല്ലാം ഒരുപോലെ വരണം ഇങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടാക്കാൻ. അളവ് ഒന്ന് പിഴച്ചാൽ പാളിപ്പോകാവുന്ന തരത്തിലാണ് ഓരോ സാധനവും. അതുകൊണ്ട് തന്നെ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഓരോന്നും നിർമ്മിക്കുന്നത്. ഫർണിച്ചർ ജോലി ചെയ്യുന്ന രജിൽ ജോലിയുടെ ഇടവേളകളിലാണ് ഇത്തരം വസ്തുക്കൾ നിർമ്മിക്കുന്നത്. നിർമ്മിച്ച കളിപ്പാട്ടങ്ങൾ പൊതുജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ സ്കൂളുകളിലും മേളകളിലും രജിൽ പ്രദർശനങ്ങളും നടത്താറുണ്ട്. ഈ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ എത്തുന്നവരും ഇന്ന് നിരവധിയാണ്. കണക്കിൽ തീർത്ത കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ ഏറെ കൗതുകമാവുകയാണ് രജിലിന്റെ ക്രിയേറ്റിവിറ്റി. ആദ്യം ഏടാകൂടങ്ങൾ ചെയ്തു തുടങ്ങി. പിന്നെ ഇതിൽ താല്പര്യം വർദ്ധിച്ചപ്പോൾ ഓരോന്നായി പിന്നീട് ഉണ്ടാക്കുകയായിരുന്നു. മരപ്പണിയിൽ ഒരു അത്ഭുതം തന്നെ തീർത്തിരിക്കുകയാണ് രജിൽ. രജിൽ എന്ന കലാകാരൻ തന്റെ സ്വന്തം കഴിവുകൊണ്ട് ലോക്ക്ഡൌൺ കാലഘട്ടത്താണ് ഈ വ്യത്യസ്തമായ മരപ്പണികൾ ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ആവശ്യക്കാർ അനുസരിച്ച് ചെയ്തു കൊടുക്കും. ഓരോ ഉപകരണങ്ങൾക്കും ഓരോ വിലയാണ് വരുന്നതെന്നും രജിൽ പറയുന്നു. മിനിയേച്ചർ മോഡൽസ് ചെയ്യാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മിനിയേച്ചർ മോഡൽസ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നും അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും രജിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രൂപ്പുകളുണ്ടെന്നും അതിലെല്ലാം മിനിയേച്ചർ മോഡൽസ് നിർമ്മിക്കുന്ന നിരവധി ആളുകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.